ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തന്നെ ഡിറ്റക്റ്റീവ് ഉണ്ണി എന്ന് വിളിച്ച് കളിയാക്കുന്ന കരുണയോട് നീ കണ്ണേട്ടനെ അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കേണ്ട എന്നും സത്യം അറിഞ്ഞാൽ നിനക്കത് താങ്ങാൻ കഴിയില്ല എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളിപ്പോൾ മഹാലക്ഷ്മിയെ തകർത്ത് സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള വഴികളാണ് നോക്കേണ്ടത്, അല്ലാതെ കണ്ണേട്ടൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. കണ്ണേട്ടൻ വീൽ ചെയറിലാണെങ്കിലും മഹാലക്ഷ്മിയെ വെറുക്കുന്ന, എനിക്ക് വില പിടിപ്പുള്ള സമ്മാനങ്ങൾ തരുന്ന കണ്ണേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ പൊളിക്കുമെന്ന് തന്നെ ഉണ്ണി വീണ്ടും പറയുമ്പോൾ എന്നിട്ട് എന്തിനാ ആ മാർക്കോയെ കണ്ടാൽ നിങ്ങളുടെ മുട്ടിടിക്കില്ലേ? മേഘേട്ടൻ വീണു പോയതാണ് എല്ലാത്തിനും കാരണം, നിങ്ങൾക്ക് നട്ടെല്ലുമില്ല ബുദ്ധിയുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ഉണ്ണിയെ കളിയാക്കുന്നുണ്ട് കരുണ. ഇനി നിങ്ങളെ വിശ്വസിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും കണ്ണേട്ടനെ സോപ്പിട്ട് നിന്നാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകുമെന്നും കരുണ പറയുന്നുണ്ട്. പിന്നീട് പുലർച്ചെ കണ്ണന് വീഡിയോ കോളിലൂടെ വിഷുക്കണി കാണിച്ചു കൊടുക്കുന്നുണ്ട് മഹി. എൻ്റെ ഭാര്യ ഒരുക്കിയ കണി കണ്ടാൽ അതിൻ്റെ സൗഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാകുമെന്നും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണെന്നും അടുത്ത തവണ ലേഖയ്ക്കും വിശേഷം ചിലപ്പോൾ ഉണ്ടാകും, അത്രയ്ക്ക് നല്ല ജാതകമാണ് എൻ്റെ ഭാര്യയുടേതെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഇതേ സമയം കരുണയും ദുർഗയും മുറിയിലെത്തി കണ്ണനെ വിഷുക്കണി കാണിക്കുന്നുണ്ട്. ആ ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ട് കണ്ണൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരാപത്തും ഉണ്ടാകരുതേ എന്നും അടുത്ത തവണ ഈ തറവാട്ടിൽ വെച്ച് തന്നെ വിഷു ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണൻ. തുടർന്ന് മഹിയെക്കുറിച്ച് ദുർഗയും കരുണയും ഓരോന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം കടിച്ചമർത്തുന്നുണ്ട് കണ്ണൻ. അവള് നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതോടെ നിൻ്റെ നല്ല കാലം തെളിഞ്ഞു എന്നും നല്ലൊരു ദിവസമായിട്ട് അവളെക്കുറിച്ച് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. പിന്നീട് കരുണ വിഷുക്കണിയുമായിട്ട് ഉണ്ണിയുടെ മുറിയിലും എത്തുന്നു. വീണ്ടും തൻ്റെ മനസ്സിൽ സംശയങ്ങളെക്കുറിച്ചെല്ലാം ഉണ്ണി പറയുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണെന്നും ഞാൻ ഒരുക്കിയ ഈ വിഷുക്കണി കണ്ണേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കിത് കണ്ടിട്ട് ഒന്നും പറയാനില്ലേ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ മുഖം തിരിക്കുകയാണ് ഉണ്ണി. ഇനി നിങ്ങളോടൊപ്പം നിങ്ങളെ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നും അതൊക്കെ കണ്ണേട്ടനെ കണ്ട് പഠിക്കണം എന്നെല്ലാം വീണ്ടും കരുണ പറയുമ്പോൾ എങ്കിൽ നീ അയാളെയും കിട്ടി ജീവിച്ചോ എന്ന് ഉണ്ണി പറയുന്നതും ചിലപ്പോൾ അത് തന്നെ സംഭവിച്ചു എന്നിരിക്കും. രണ്ട് കാലിൽ നടക്കാൻ കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു പ്രയോജനവും ഇല്ലാത്ത നിങ്ങളെക്കാൾ ഭേദമാണ് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കണ്ണൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് വിഷുവായിട്ട് കണി കണ്ട് നല്ലൊരു ദിവസം തുടങ്ങണം എന്ന് കരുതിയിരുന്ന പ്രതാപനാണെങ്കിൽ വീണ്ടും വിശ്വനാഥനെ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഭ്രാന്തനെ പോലെ ആവുന്നു. പിന്നീട് സാഗറും മഞ്ജുവും വിഷു ആഘോഷിക്കാനായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. മഹിയും മഞ്ജുവും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകാനായിട്ടൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു മഹിയെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്തിനാ മഞ്ജു ഇതൊക്കെ, എന്തിനാന്നൊക്കെ മഹി ചോദിക്കുമ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും കണ്ണേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടാവും, അപ്പോൾ കണ്ണേട്ടൻ കാണുമ്പോൾ ഏട്ടത്തി നല്ല സുന്ദരിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു മഹിയെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് സാഗർ കണ്ണൻ സാർ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അനന്തു. പിന്നീട് അവർ ഉണ്ണിക്ക് തോന്നിയിട്ടുള്ള ആ സംശയത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ജു മഹിയെയും കൂട്ടി അമ്പലത്തിലെത്തുന്നു. അപ്പോൾ അവിടെ വെച്ച് മഹി മോഹിനിയെ കാണുന്നുണ്ട്. കണ്ണൻ ഇന്ന് വരില്ലേ മോളെ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഉണ്ണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നല്ലേ മോള് പറഞ്ഞത്, പിന്നെ അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും പിടിക്കപ്പെടാതെ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മോഹിനി. ഇതേ സമയം കരുണയും ദുർഗയും അമ്പലത്തിലെത്തുന്നുണ്ട്. അപ്പോൾ കണ്ണേട്ടൻ വാങ്ങിക്കൊടുത്ത ആ സെറ്റ് സാരിയും നെക്ലസൊക്കെ അണിഞ്ഞ് മനഃപൂർവ്വം അത് മഹിയെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് കരുണയുടെ വരവ്. തുടർന്ന് ഇന്ന് കണ്ണേട്ടൻ ഞാൻ ഒരുക്കിയ വിഷുക്കണി കണ്ടു എന്നും കണ്ണേട്ടൻ ഇത്തവണ നിനക്ക് പകരം എനിക്കാണ് നെക്ലസും സാരിയൊക്കെ വാങ്ങി തന്നതെന്നെല്ലാം കരുണ പറഞ്ഞ് അഹങ്കാരത്തോടെ പറയുമ്പോൾ മഹി നല്ല ചുട്ട മറുപടി തന്നെ കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട്. കണ്ണനാണെങ്കിലും കരുണ കാണിക്കുന്ന ഈ തൻ്റെ അടുത്ത് കാണിക്കുന്ന ഈ അമിത സ്വാതന്ത്ര്യമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. സ്വാതിയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടതുപോലെ ഇവളെയും ഒരു പാഠം പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് ആപത്തായി തീരുമെന്നെല്ലാം കണ്ണനിങ്ങനെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ ഇന്നത്തോടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും എല്ലാ നാടകവും പൊളിച്ചെടുക്കുമെന്നും സത്യങ്ങളെല്ലാം തെളിവ് സഹിതം എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കുമെന്നും അതോടുകൂടി തന്നെ കരുണയുടെയും അമ്മയുടെയൊക്കെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകൾക്കൊക്കെ അവസാനം ഉണ്ടാകുമെന്നും തീരുമാനിച്ചുറപ്പിക്കുന്നു. പക്ഷേ അവിടെ സാഗറും മാർക്കോയും അനന്തവും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ ഒരു പദ്ധതിയും നടക്കുന്നില്ല. അങ്ങനെ ജോലി പോയതോടെ ഉണ്ണിക്ക് ശരിക്കും മാനസിക നില തെറ്റിയതാണ് എന്ന് തന്നെ എല്ലാവരും കരുതാണ് അവസാനം ചെയ്യുന്നത്. അങ്ങനെ മേഘനെ പോലെ വലിയൊരു കുരുക്കിൽ തന്നെയായിരിക്കും ഉണ്ണിയും ചെന്ന് ചാടാനായിട്ട് പോകുന്നത്. മാത്രമല്ല വിഷുവായിട്ട് വിശ്വനാഥൻ
കണ്ണൻ്റെ മുൻപിൽ എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലനായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്